കുവൈറ്റിൽ നിന്ന് ബിൻസിയുടെയും ഭർത്താവ് സൂരജിൻ്റെയും കൊലപാതക വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചത്തു എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ഇപ്പം വരുന്ന വാർത്തകൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം ബിൻസിയെ കഴുത്തറുത്താണ് കൊന്നത്. ഈ സംഭവത്തോടനുബന്ധിച്ച് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്താണ് ഇവർ താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും നഴ്സസാണ്. ബിൻസി കീഴിലം കാരിയാണ്. അതേസമയത്ത് സൂരജ് കണ്ണൂർക്കാരനാണ്. ഇവർ രണ്ടുപേരും നഴ്സിംഗ് പഠിച്ചവരും അവിടെ രണ്ടുപേർക്കും നല്ല ജോലിയുമാണ്. കുവൈറ്റിൽ നല്ല ശമ്പളം കിട്ടുന്ന അവിടെ ഡിഫൻസിലാണ് ഒരാൾ, പിന്നെ ഒരാൾ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. രണ്ടുപേർക്കും കൂടി 7, 4 വയസ്സുള്ള കുട്ടികളുമുണ്ട്. നല്ല ശമ്പളം കിട്ടുന്നവരാണ് എന്നാണ് കരുതുന്നത്. ബിൻസിയുടെ ഭർത്താവ് സൂരജ് കണ്ണൂർ സ്വദേശിയാണെങ്കിലും അത് എങ്ങനെയാണ് ആ കല്യാണം നടന്നതെന്നുള്ളതിനെ പറ്റി ഇപ്പം നമുക്ക് വ്യക്തതയില്ല. കീഴിലം സ്വദേശിയാണ് ബിൻസി എങ്കിലും ബിൻസിയുടെ മാതാപിതാക്കളും മറ്റവരും കീഴിലം മണ്ണൂർ കുഴൂർ കക്കയത്തെ ആണ് താമസിക്കുന്നത്. കട്ടക്കയം തോമസിൻ്റെയും ഭാര്യ അന്നമ്മയുടെയും മകളാണ് ബിൻസി. ഇവർ ആ സ്ഥലത്തു നിന്ന് മാറി ഇപ്പം അവിടെ കീഴിലം ടൗണിലേക്ക് വന്നു താമസം. ഏതായാലും രണ്ടുപേരും ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇവർ കുട്ടികളെ രണ്ടുപേരെയും അവർ കീഴിലത്ത് മാതാപിതാക്കളെ കൊണ്ട് ആക്കി കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവർ മടങ്ങി വന്നെന്നാണ് ഇപ്പം പറയുന്ന വാർത്തകൾ. ആ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിൽ രാത്രിയിൽ വലിയ വിളിയും ബഹളവും ഒക്കെ കേട്ടു. പിന്നെ വലിയ നിലവിളി കേട്ടു എന്ന് പറഞ്ഞു. ആൾക്കാർ പലരും അവിടെ ചെന്നാൻ ശ്രമിച്ചു, പക്ഷേ പിന്നീട് ശബ്ദം കേട്ടില്ല. ആ വാതിലുകളെല്ലാം അടഞ്ഞു കിടന്നു. എന്തായാലും ആ നിലവിളി പലരും അടുത്തുള്ളവർ കേട്ടിപ്പം അതിനകത്ത് എന്തോ ഒരു അപകടം ഉണ്ട്. അതുകൊണ്ട് അവർ അവിടുത്തെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയം അവിടെ ഇവരെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, ഫർവാനിയ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. നാട്ടുകാർ അടുത്ത് താമസിക്കുന്നവർക്ക് അതിൻ്റെ അകത്ത് വീട്ടിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് അവർ ആ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിക്കാരനെയും വിളിച്ചറിയിച്ചിരുന്നു. അയാളും സ്പോട്ടിൽ വന്നു. ഫർവാനിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഫ്ലാറ്റിലെത്തി. അവരെത്തിയപ്പം വീടിനകത്ത് അനക്കമൊന്നുമില്ല, വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അകത്തുനിന്ന് വാതിൽ അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. ഏതായാലും അവർ പബ്ലിക് പ്രോസിക്യൂട്ടറെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ വീട് അവർ വാതിൽ അടിച്ചു പൊളിച്ച് അകത്ത് കയറി. രക്തം വാർന്ന് തറയിലെ ബിൻസി കിടപ്പുണ്ട്. അവരുടെ ഫോറൻസിക് പരിശോധന അവർക്ക് മനസ്സിലായി ബിൻസിയുടെ കഴുത്തറുത്തിരിക്കുകയാണ്. ഭർത്താവാണ് അറുത്തത്. അയാൾ തന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നീട് വരുന്നത്. ഏതായാലും മരിച്ചു അവിടെ കിടപ്പുണ്ട്. പരസ്പരം രണ്ടുപേരും വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയെന്നാണ് നേരത്തെ വാർത്ത വന്നത്. ചിലപ്പോൾ ആ ഭാഗം ശരിയായിരിക്കാം. അതിനുശേഷം ഇയാൾ ബലം പ്രയോഗിച്ച് അവരുടെ കഴുത്തറക്കുന്ന സമയത്തായിരിക്കണം നിലവിളിയും വന്നത്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് വരുന്ന വാർത്തകൾ. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്ര വൈരാഗ്യത്തിൽ രണ്ടുപേരും പരസ്പരം കലഹിച്ചത്? മക്കളെ 7 വയസ്സ് 4 വയസ്സുകാരെ നാട്ടിക്കൊണ്ട് വിട്ടു. അതിനുശേഷം രണ്ടുപേരും മടങ്ങി വന്നു. ഏതെല്ലാം കുട്ടികളുടെ ജീവനെങ്കിലും രക്ഷപ്പെട്ടു. കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് അമ്മയുടെ കഴുത്തറക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലുന്നത്, അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേരും കുത്തി മരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കത് വലിയ അധികം ഷോക്കായിരുന്നേനെ. ഏതായാലും കുട്ടികൾ രണ്ടുപേരും അനാഥരായി. കുട്ടിയുടെ വല്യമ്മയുടെയും വല്യപ്പൻ്റെയും അടുത്തെത്തി അവരുടെ സംരക്ഷണയിലാണിപ്പോൾ. ഇവർ രണ്ടുപേരെയും ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഫർവാനിയ പോലീസ് സ്റ്റേഷൻ്റെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവർ ആ മുറി മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട്. അവിടെ ഫിംഗർ പ്രിൻ്റ് മറ്റാരുടെയെങ്കിലും ഉണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഫിംഗർ പ്രിൻ്റ് സെർച്ച് അവർ നടത്തി. ഇവരെ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പം പുറത്ത് വരുമായിരിക്കും.
ഏതായാലും പരസ്പരം രണ്ടുപേരുടെയും കയ്യിൽ കത്തിയുണ്ടെന്നാണ്. രണ്ടുപേരുടെയും കയ്യിൽ കത്തിയിരിക്കുന്നിടത്ത് ബ്ലഡും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും അതേസമയത്ത് കത്തി എടുക്കുക കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഏതായാലും കഴുത്തറുത്ത കൂടാതെ ദേഹത്ത് പല സ്ഥലത്തും ബിൻസിക്ക് കുത്തേറ്റിട്ടുണ്ട്. ഇയാളുടെ ദേഹത്ത് കുത്തുണ്ട്. ഇയാൾ എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ സ്വയം കുത്ത് അല്ലെങ്കിൽ തനിക്കേറ്റ കുത്തുകൊണ്ടാണോ മരിച്ചത്, അത് അറിയില്ല. അയാൾ സ്വയം കുത്തിയോ, സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടോ, ഏതായാലും ആത്മഹത്യ അവിടെ തൂങ്ങി നിന്നില്ല എന്നാണ് വരുന്ന വാർത്തകൾ. ഏതായാലും ഇവർ രണ്ടുപേരും നല്ല ശമ്പളമുള്ളവരാണ്, രണ്ടുപേരും നേഴ്സസാണ്. പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ കൂടുതൽ ശമ്പളത്തിൽ ഓസ്ട്രേലിയ രണ്ടുപേർക്കും ജോലി കിട്ടുമായിരിക്കാം. കാരണം നേഴ്സസിന് വേൾഡ് മുഴുവൻ നല്ല സ്കോപ്പാണ്. പ്രത്യേകിച്ച് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ രണ്ടുപേരും. ഏതായാലും വഴക്കിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ വെളിയിലോട്ട് വന്നില്ല. എങ്കിലും ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം കഴുത്തറക്കാനും മറ്റു പോയപ്പം അത് എനിക്ക് തോന്നുന്നു മറ്റ് ചില ബന്ധങ്ങൾ രണ്ടുപേർക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കണം കഴുത്തറുത്ത്, അങ്ങനെ അല്ലെങ്കിൽ ഭർത്താവ് സംശയരോഗിയായിരിക്കാം. എന്തായാലും ക്രൂരമായ ഒരു കൊലപാതകം കഴുത്തറക്കുന്ന നിലവാരത്തിലാണ്. അതിന് തിരിച്ച് അയാൾക്ക് ആദ്യം അയാൾക്കേറ്റ മുറിവിൻ്റെ നിലവാരം എങ്ങനെയുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അയാൾ ആത്മഹത്യ ഇല്ലാത്ത സ്ഥിതിക്ക് അയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലും വിദേശത്തും ഉള്ള മലയാളികളുടെ കുടുംബങ്ങളിലൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഫോറൻസിക്കിയുടെ പരിശോധനയിലും എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുമില്ലയോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിൻസിയുടെ മാതാപിതാക്കൾ അവരാദ്യം താമസിച്ച സ്ഥലത്ത് അവർ സാമ്പത്തികമായിട്ട് അല്പം പിന്നോക്കം പോയിരുന്ന വ്യക്തികളായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും കീഴിൽ ടൗണിൽ അവർ സ്ഥലവും വീടും ഒക്കെ വാങ്ങിച്ചു, താമസം തന്നെയാണ്. ഏതായാലും വീട്ടിലേക്ക് പണം അയക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നത്തെ പുറത്താണോ, സാമ്പത്തിക പ്രശ്നമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ ആ വഴക്ക് എങ്ങനെ ആരംഭിച്ചു എന്ന്, കാരണം അവിടെ രണ്ടുപേരുടെയും അയൽവക്കക്കാർ പറയുന്നത് രണ്ടുപേരുടെയും ഒച്ച, ആ വഴക്ക് നടക്കുന്ന ഒരു ഒച്ചയാണ് ആദ്യം തുടക്കത്തിൽ കേട്ടത്. പിന്നീടാണ് വലിയ ഒരു നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പം കഴുത്തിറക്കുന്ന സമയമായിരിക്കാം. രണ്ടുപേരും അടുക്കളയിൽ നിന്ന് രണ്ടുപേരുടെയും കൈ കത്തി കൊണ്ട് ബ്ലഡ് സ്റ്റെയിൻഡ് ആണ് എന്ന് പറയുമ്പം രണ്ടുപേരും പരസ്പരം കുത്തിയിരിക്കുന്നു. അതിൻ്റെ പര്യവസാനത്തിലായിരിക്കണം കഴുത്തറുത്ത് കൊന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ മരണത്തിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, യഥാർത്ഥ പ്രശ്നം, കുടുംബ പ്രശ്നം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വെളിയിൽ വരാനുണ്ട്. കുവൈറ്റ് പോലീസ് ആ കാര്യത്തിലോട്ടൊക്കെ പ്രവേശിച്ചിട്ടുണ്ടാവണം. ഏതായാലും വ്യക്തമായ ഒരു കാര്യം, രണ്ടുപേരും പരസ്പരം കുത്തിച്ചെത്തെന്നുള്ള അതിൽ നിന്ന് അല്പം മാറിയിരിക്കുന്നു. കാരണം കഴുത്തറുത്ത് തന്നെയാണ് ആ പെൺകുട്ടി ബിൻസി കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്ത വരുമ്പം ഇനി അതേപ്പറ്റി എന്താണ് കുടുംബത്തിലുണ്ടായത്, കൂടുതൽ കാര്യങ്ങൾ വെളിയിലോട്ട് വരണം. രണ്ടുപേരെയും ഏതായാലും ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ.